യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മളെ കർത്താവ് കൈപിടിച്ചുയർത്തി തിരുവചനം വായിക്കുവാനും അത് കാണുവാനും അത് കേൾക്കുവാനും അവസരമൊരുക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവസന്നിധിയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിനംതോറും നമ്മൾ എന്തിനാണ് വചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അധരങ്ങളിൽ ദൈവം നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം നമ്മൾക്ക് ഏറ്റെടുക്കാം. നിങ്ങളും നിങ്ങളുടെ മക്കളും അവരുടെ സന്താനങ്ങളും തലമുറകളോളം ദൈവസന്നിധിയിൽ അനുഗ്രഹപ്രദമുള്ള കുടുംബമായി ദൈവജനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം എല്ലാവർക്കും നേരുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.